നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചിതമായ ശീമക്കൊന്നയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ടാറിട്ട റോഡാണ്, റോഡിൻ്റെ അരികാണ്, വീടിനടയാളം ശീമക്കൊന്ന. കലാഭവൻ മണിയുടെ പ്രശസ്തമായ നാടൻപാട്ടിലെ വരികളാണിത്. നാട്ടിലൊക്കെ സുപരിചിതവും വലിയ മതിപ്പ് നൽകാത്തതും എന്നാൽ കർഷകർക്ക് ഏറെ പ്രയോജനവുമുള്ള സസ്യമാണ് ശീമക്കൊന്ന. ശീമക്കൊന്നയുടെ പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ടെങ്കിലും പ്രത്യേകിച്ച് സുഗന്ധമൊന്നുമില്ലാത്തതിനാൽ അവയെ ആരും അത്ര പരിഗണിക്കാറില്ല. ശീമക്കൊന്ന ഇപ്പോഴത്തെ മധ്യവയസ്കരിൽ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു സസ്യമാണ്. പണ്ട് ഊഞ്ഞാൽ കെട്ടിയാടാനും കുഞ്ഞുവീടുണ്ടാക്കാനും കളിക്കാനുമെല്ലാം ശീമക്കൊന്ന മരവും അതിൻ്റെ തണലുമൊക്കെ ഉപകരിച്ചിരുന്നു. കൊന്നയുടെ പൂക്കാലം അന്നത്തെ കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഫാബേസി കുടുംബത്തിൽപ്പെട്ട ഗ്ലിരിസിഡിയ എന്ന ജനുസിൽപ്പെട്ട സസ്യമാണ് ശീമക്കൊന്ന. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലിരിസിഡിയ സെപ്പിയം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ശീമക്കൊന്ന എന്നും പത്തൽ എന്നും വിളിക്കാറുണ്ട്. ശീമയിൽ നിന്നാണ് വരവ്. പൂക്കളുണ്ടാകുന്ന രീതിക്കും ഇലകളുടെ ആകൃതിക്കും കൊന്നയോട് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ശീമക്കൊന്ന എന്ന പേരുണ്ടായത്. ഇംഗ്ലീഷിൽ ഇതിനെ ക്യുക്ക് സ്റ്റിക്ക് എന്നും അതുപോലെ തന്നെ ഗ്ലിരിസിഡിയ എന്നും മെക്സിക്കൻ ലിലാക്ക് എന്നും മദർ ഓഫ് കൊക്കോ എന്നുമൊക്കെ വിളിക്കാറുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ ഗബ്ബരാദ ചെടി എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ മഡ്രി എന്ന് വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ സീമയകത്തി എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഈ ചെടിയുടെ ജന്മദേശം മധ്യ അമേരിക്കയാണ്. മെക്സിക്കോയിൽ ആദ്യകാലത്ത് തന്നെ ഇത് പ്രചാരത്തിലായി. മിതോഷ്ണ പ്രദേശങ്ങളിലെല്ലാം തന്നെയും ഈ സസ്യം വളരും. കരീബിയൻ, തെക്കേ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങൾ, മധ്യ ആഫ്രിക്ക, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ശ്രീലങ്കയിലെ ചില ഭാഗങ്ങൾ, മ്യാൻമാറിലെ ചില ഭാഗങ്ങൾ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെ നിരവധി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ സസ്യത്തെ കാണുന്നുണ്ട്. 4.5 മുതൽ 6.2 വരെ pH മൂല്യമുള്ള മണ്ണിൽ ഇത് നന്നായി വളരുകയും ചെയ്യും. കേരളത്തിലെ ശീമക്കൊന്ന പാടങ്ങൾക്കരികിലും കൃഷിയിടങ്ങളുടെ അതിരുകളിലും പറമ്പിൻ്റെ അതിരുകളിലുമൊക്കെ വേലികളായി കൊമ്പുകൾ കുത്തി നട്ടുവളർത്തുന്നുണ്ട്. ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. മണ്ണൊലിപ്പ് തടയുന്നതിന് ശീമക്കൊന്ന വളരെയേറെ പ്രയോജനം ചെയ്യും. അതിനാലാണ് പഴയ കാലത്ത് ഇത് പറമ്പുകളുടെയും ഭൂമി തട്ടുകളായി തിരിച്ചതിൻ്റെയൊക്കെ അതിർത്തികളിൽ നടാനുള്ള കാരണം. മറ്റൊരു പാരിസ്ഥിതികമായ കാര്യം, ഇത് മണ്ണിൻ്റെ നൈട്രജൻ, ഫോസ്ഫറസിൻ്റെയൊക്കെ കണ്ടൻറ്റുകൾ കൂട്ടി മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ടമാക്കും എന്നുള്ളതാണ്. രൂപവിവരണം നോക്കാം. പേരിലും കാഴ്ചയിലും കൊന്നയുണ്ടെങ്കിലും സ്വഭാവത്തിൽ പയർവർഗ്ഗത്തിൽപ്പെടുന്ന സസ്യമാണ് ശീമക്കൊന്ന. 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരാറുണ്ട്. എന്നാൽ ശീമക്കൊന്ന 1 മീറ്ററിൽ കൂടുതൽ വളരാൻ അനുവദിക്കാതെ വെട്ടി നിർത്തുകയാണ് ചെയ്യേണ്ടത്. വെട്ടി നിർത്തിയാൽ പെട്ടെന്ന് മുള പൊട്ടാനും വളരാനും ഇതിന് കഴിവുണ്ട്. ഈ സസ്യം വെട്ടാതിരുന്നാൽ ചെറുമരമായി വളരും. പുറന്തൊലി മിനുസമാർന്നതാണ്. അതിൻ്റെ നിറം വെളുത്ത ചാര നിറം മുതൽ കടും തവിട്ട് വരെ കാണപ്പെടാറുണ്ട്. പൂക്കളുണ്ടാകുന്നത് ഇലയില്ലാത്ത കൊമ്പുകളുടെ അറ്റത്താണ്. പൂക്കൾക്ക് പിങ്ക് മുതൽ വെളുപ്പ് വരെയുള്ള മിശ്രിത നിറങ്ങളുണ്ടാകും. ഇളം മഞ്ഞ പുള്ളി സാധാരണയായി പൂവിൻ്റെ ചുവട്ടിലുണ്ടായിരിക്കും. ബീൻസിനോട് സാമ്യമുള്ള അല്പം കൂടി പരന്ന കായ്കൾ ധാരാളം ഉണ്ടാകും എങ്കിലും അത് ഭക്ഷ്യയോഗ്യമല്ല. മരത്തിൻ്റെ ഫലം ഏകദേശം 10.15 സെൻറ്റിമീറ്റർ, അതായത് 4 തുടങ്ങി 6 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കായ്കളാണ്. പഴുക്കാത്തപ്പോൾ ഇവയുടെ കളറ് പച്ച നിറമായിരിക്കും. പ്രായപൂർത്തിയാകുമ്പോൾ മഞ്ഞ തവിട്ട് നിറത്തിലേക്ക് മാറും. 4 മുതൽ 10 വരെ വൃത്താകൃതിയുള്ള തവിട്ട് വിത്തുകൾ ഈ ബീൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ശീമക്കൊന്ന വളരെയേറെ പ്രയോജനങ്ങളുള്ളതാണ്. ഇവിടെ ഇല നല്ലൊരു പച്ചില വളമാണ്. ഒരു മരത്തിൽ നിന്ന് ഒരു തവണ ഏതാണ്ട് 15 കിലോഗ്രാം വരെ പച്ചിലകൾ ലഭിക്കും. പച്ചക്കറി തൈകൾ നടുമ്പോൾ പൊതിയിടാനും ഏറ്റവും നല്ലത് ശീമക്കൊന്നയുടെ ഇലയാണ്. കാരണം ഇത് പെട്ടെന്ന് മണ്ണിൽ അലിയും. സമ്പുഷ്ടമായ നൈട്രജൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ശീമക്കൊന്നയുടെ ഇലയും ചാണകവും ചേർത്ത് നെൽവയലുകളിലും തെങ്ങിൻ തോട്ടങ്ങളിലും വളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇല മാത്രമല്ല, ഇത് ചാണകത്തോടു കൂടി ചേരുമ്പോൾ ചാണകം കൂടുതൽ ക്വാളിറ്റി ഉള്ളതായിട്ട് മാറും. പരമാവധി മൂലകങ്ങൾ വിളകൾക്ക് ലഭ്യമാക്കും എന്നതിനാൽ ശീമക്കൊന്നയുടെ മാത്രം പ്രത്യേകതയാണ്.
തെങ്ങൊന്നിന് 25 കിലോഗ്രാം ശീമക്കൊന്നയുടെ ഇല പച്ചില വളമായി ഉപയോഗിക്കുകയാണെങ്കിൽ തെങ്ങിന് മൊത്തത്തിൽ വേണ്ട നൈട്രജൻ്റെ 90%, ഫോസ്ഫറസിൻ്റെ 25%, പൊട്ടാസ്യത്തിൻ്റെ 15% അതിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ പറ്റും. കന്നുകാലികളെയും മറ്റും പ്രാണിശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വടക്കേ അമേരിക്കയിലെ കർഷകർ ഇതിൻ്റെ ഇല ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ പുരട്ടാറുണ്ട്. ശീമക്കൊന്നയുടെ ഇലകൾ അരച്ച് തളിച്ചു കഴിഞ്ഞാൽ ചെറിയ കീടങ്ങൾ ഒന്നും അടുക്കില്ല. അതുകൊണ്ട് ജൈവ കീടനാശിനിയായി ഇത് മാത്രമായിട്ട് ഉപയോഗിക്കാം. ശീമക്കൊന്നയുടെ ഇല കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട്. വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് മറ്റ് സസ്യങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴും ഉണങ്ങിപ്പോകുമ്പോഴും ഇത് നല്ല തഴച്ചു നിൽപ്പുണ്ടാവും. അപ്പോൾ ഇത് തീറ്റയായിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗന്ധം ചില കന്നുകാലികൾക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും വൈക്കോൽ മാത്രം നൽകുന്ന പശുക്കൾക്കൊക്കെ ഇത് തിന്നാൻ വലിയ മടിയൊന്നും ഉണ്ടാകില്ല. പടർന്നു കയറുന്ന പയർ, പാവൽ, പടവലം, കുരുമുളക്, വാനില മുതലായവയ്ക്ക് താങ്ങായി ശീമക്കൊന്ന പ്രയോജനപ്പെടുത്താറുണ്ട്. ഒരു കാലത്ത് ഈ വാനില വലിയ പ്രചാരത്തിൽ വന്നപ്പോൾ ശീമക്കൊന്ന ഹീറോ ആയതാണ്. പക്ഷെ പിന്നീട് ആ കാര്യം അവസാനിച്ചു. നന്നായി വളർച്ചയെത്തിയ ശീമക്കൊന്നയുടെ തടി നല്ല ഉറപ്പുള്ളതും ഫർണിച്ചർ ഉണ്ടാക്കാൻ എടുക്കാറുണ്ട്. അതിന് നല്ല ഭാരവുമുള്ള തടിയാണ്. കൃഷിയിൽ വരുന്ന പുഴുക്കളെ കളയുന്നതിന് വേണ്ടി സോപ്പ് ലായനിയും മണ്ണെണ്ണയും ശീമക്കൊന്നയുടെ ഇലയും അരച്ച വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് പുഴുവുള്ള ഭാഗത്ത് തളിച്ചു കൊടുത്താൽ അത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വളരുന്ന എലിശല്യം മാറുന്നതിന് ശീമക്കൊന്നയുടെ ഇലയും തൊലിയും എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് എലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ തിളപ്പിച്ച് കൊടുത്താൽ ചെടിയുടെ താഴെയോ എലി വരുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലി തിന്നും. അങ്ങനെ എലി ചത്തുപോകും. വാഴക്കുല പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി ശീമക്കൊന്നയുടെ ഇല ഉപയോഗിക്കാറുണ്ട്. നല്ല മധുരം ലഭിക്കാനും പെട്ടെന്ന് തന്നെ പഴുക്കാനും ഒക്കെ ഇത് സഹായിക്കും. ശീമക്കൊന്നയുടെ ഇല പഴം പഴുക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഇലകൾ കൂടി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശീമക്കൊന്നയുടെ ഇല പിഴിഞ്ഞ് ആ മുറിപ്പാടിൽ ഒഴിച്ചാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും. വേനൽക്കാലത്ത് പച്ചക്കറികളുടെ കടയിൽ ഈ പച്ചക്കറി പെട്ടെന്ന് വാടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശീമക്കൊന്നയുടെ ഇല കൊണ്ട് പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ജൈവാംശം വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയി നഷ്ടപ്പെടുന്നത് തടയുക മാത്രമല്ല, ഇലകൾ അഴുകി വരുമ്പോൾ അത് നൈട്രജൻ വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ശാഖകൾ വിറകിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. മൂപ്പത്തിയ തടി വിറകായി ഉപയോഗിച്ചാൽ നല്ല ചൂട് ലഭിക്കുകയും ഒപ്പം ദീർഘസമയം കത്തി നിൽക്കുകയും ചെയ്യും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാപ്പി പോലുള്ള തോട്ടവിളകൾക്ക് തണൽ ലഭിക്കുന്നതിന് ശീമക്കൊന്ന നട്ടു വളർത്താറുണ്ട്. വിദേശങ്ങളിൽ കൊക്കോ മരങ്ങൾക്ക് തണൽ ലഭിക്കുന്നതിന് വേണ്ടി ശീമക്കൊന്നയെ നട്ടു വളർത്താറുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇതിന് മദർ ഓഫ് കൊക്കോ എന്ന പേരുണ്ടായത്. ഔഷധ മൂല്യത്തെ നോക്കാം. ശീമക്കൊന്ന വ്യാപകമായ ഔഷധത്തിന് ഉപയോഗിക്കാറില്ല. എങ്കിലും അതിന് ആൻറ്റി ഫംഗൽ സ്വഭാവമുണ്ട്. നമ്മുടെ നാട്ടിൽ മുറിവുണ്ടായാൽ ഇതിൻ്റെ ഇലയുടെ നീര് പിഴിഞ്ഞൊഴിക്കാറുണ്ട്. പരു, ചതവ്, പൊള്ളൽ, ജലദോഷം, ചുമ, എലിപ്പനി, സാധാരണ പനി, ഒടിവുകൾ, തലവേദന, ചൊറിച്ചിൽ, വാദം, ചർമ്മത്തിലെ മുഴകൾ, അൾസറിൻ്റെ മുറിവുകൾ എന്നിവയ്ക്കൊക്കെ നാടോടി വൈദ്യത്തിൽ പലയിടങ്ങളിലും ശീമക്കൊന്നയെ പ്രയോജനപ്പെടുത്താറുണ്ട്. കൃഷി വിവരങ്ങളെ നോക്കാം. വിത്ത് പാകി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ നട്ടോ കൊമ്പുകൾ മുറിച്ച് നട്ടോ ശീമക്കൊന്ന കൃഷി ചെയ്യാം. നടീൽ വസ്തുവായി വിത്ത് കിളിർപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല മഴ കിട്ടുന്ന സമയത്ത് വേണം നടേണ്ടത്. കമ്പുകളാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കാലവർഷത്തിൻ്റെ ആരംഭത്തിലോ കാലവർഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലോ നടാവുന്നതാണ്. കമ്പുകൾ ഒരടി താഴ്ത്തി വേണം നടാനായിട്ട്. നട്ട കമ്പുകൾ ചരിയാതെയും വീണു പോകാതെയും ഇരിക്കാനായിട്ട് ചുറ്റുമുള്ള മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ച് നടണം. കമ്പുകൾ പിടിച്ച് വന്നാൽ മൂന്നാമത്തെ വർഷം മുതൽ വർഷം 2 പ്രാവശ്യം വീതം ഇലകൾ ശേഖരിക്കാൻ പറ്റും. ഓരോ മരത്തിൽ നിന്ന് ഒരു പ്രാവശ്യം 15 കിലോഗ്രാം വരെ പച്ചിലവളം നമുക്കിതിൽ നിന്ന് ലഭിക്കും. മൂത്ത തണ്ടുകൾ മുറിച്ച് നട്ട് 2-3 വർഷത്തിനുള്ളിൽ ശീമക്കൊന്ന മരം പൂർണ്ണ വളർച്ചയെത്തും. ഒരു വളപ്രയോഗവും ഇതിന് വേണ്ടി വരില്ല എന്നതാണ് ഇതിൻ്റെ സവിശേഷത. മാത്രമല്ല മണ്ണൊലിപ്പ് തടയാനും അതിർത്തി കാക്കാനും ഒക്കെ ഇത് നല്ലതാണ്. പാർശ്വഫലങ്ങളെ നോക്കാം.
ഗ്ലിറിസിഡിയ എന്ന പൊതുനാമത്തിൻ്റെ അർത്ഥം എലിയെ കൊല്ലുന്നവൻ എന്നാണ്. അതായത് ഈ സസ്യത്തിൽ പൊതുവെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ വിഷമാണ് എന്ന് സാരം. അതുകൊണ്ട് ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങൾ അകത്ത് ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില നാടുകളിലൊക്കെ അകത്തും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട മുൻകരുതലുകൾ അവരെടുത്തിട്ടാണ് അത് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.